റവറൻഡ് ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ചത്. പരാജയങ്ങളുടെ ഘോഷയാത്രയിലൂടെ തളരാതെ മുന്നോട്ട് കുതിച്ചവരാണ് മഹാന്മാർ. തന്റെ 38-ാം വയസ്സിൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിനോട് അദ്ദേഹത്തിന്റെ ഡോക്ടർ പറഞ്ഞു, ഇനിയുള്ള കാലം ക്രിയാത്മകമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയാത്ത വണ്ണം നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കും. ഇതൊന്നും കേട്ട് അദ്ദേഹം തളർന്നില്ല. പകരം ജീവിതം തുടങ്ങിയിട്ടേയുള്ളൂ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം. ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് പിന്നീട് വർഷങ്ങളോളം ജീവിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് പദം വരെ എത്തുകയും ചെയ്യുകയുണ്ടായി. പരാജയങ്ങൾക്കോ പ്രതിസന്ധികൾക്കോ വൈകല്യങ്ങൾക്കോ ഒന്നും തന്നെ നമ്മെ കീഴ്പ്പെടുത്താനാവില്ല എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള മുന്നോട്ടുള്ള യാത്രയാണ് റൂസ്വെൽറ്റിനെ മഹോന്നത പദവിയിലെത്തിച്ചത്. അഹമ്മദാബാദിലെ 16 വയസ്സുകാരനായ മനോജ് ബിൽഹാരെ എന്ന ചിത്രകാരന് 1999 ഇന്റർനാഷണൽ ബാലശ്രീ അവാർഡ് ലഭിച്ചു. മനോഹരമായ ആ ഷീൽഡ് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആ ബാലന് കഴിഞ്ഞില്ല. കാരണം അവന് 2 കൈകളും ഒരപകടത്തിൽ നഷ്ടപ്പെട്ടിരുന്നു. വികലാംഗർക്കു വേണ്ടിയുള്ള ഒരു കേന്ദ്രത്തിലാണ് അവൻ വളർന്നത്. 2 കരങ്ങളും നഷ്ടമായ ആ ബാലൻ വായിൽ ബ്രഷ് വെച്ചുകൊണ്ട് ക്ഷമയോടെ ഉറച്ച വിശ്വാസത്തോടെ പെയിന്റിംഗ് പരിശീലിച്ചു. ക്ലേശകരമാണെങ്കിലും അതിൽ മനസ്സർപ്പിച്ച് ആനന്ദത്തോടെ ചെയ്തപ്പോൾ അതവനെ ചിത്രകലയിൽ അത്യുന്നതങ്ങളിൽ എത്തിച്ചു. മനോജ് ബിൻഹാരെ പറയുന്നു, എന്റെ 2 കൈകളെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. പരിമിതികളിൽ തളരുകയില്ല, പിന്നെയോ അതിനെ ശക്തമായ ഒന്നാക്കി മാറ്റുകയാണ് വേണ്ടത്. വിജയിക്കാൻ വേണ്ടിയുള്ള വീഴ്ചകളെ ബുദ്ധിമാന്മാർ ഒരിക്കലും പരാജയമായി കാണില്ല. ഗ്രീസിൽ വിക്കനായ ഒരു ബാലനുണ്ടായിരുന്നു. അവന്റെ വികലമായ സംസാരം കേട്ട് കൂട്ടുകാർ അവനെ കളിയാക്കിയിരുന്നു. എന്നാൽ ആ ബാലൻ മനോവേദനയോടെ അലറി വിളിക്കുന്ന കടൽ തീരത്തും വിജനമായ മലമുകളിലും നിന്നുകൊണ്ട് ഉരുളൻ കല്ലുകളെ വായിലിട്ട് നാവിന്റെ കനം കുറയ്ക്കാൻ കഠിനമായ ശ്രമം നടത്തിക്കൊണ്ടിരുന്നു. അലറി വിളിക്കുന്ന തിരമാലകളെ നോക്കി അവൻ പറയുമായിരുന്നു, ഐ വിൽ ബിക്കം ദ ഗ്രേറ്റ് ഒറേറ്റർ ഓഫ് ഗ്രീസ്. ഞാൻ ഗ്രീസിലെ ഏറ്റവും വലിയ പ്രഭാഷകനാകും. ആ ബാലനാണ് പിന്നീട് പ്രസംഗകലയുടെ പിതാവെന്നറിയപ്പെടുന്ന ഡെമോസ്റ്റനീസ്. കുറവുകൾ, വൈകല്യങ്ങൾ, പരാജയങ്ങൾ ഇവയൊന്നും ഒന്നിന്റെയും അവസാനമല്ലെന്ന് മനസ്സിലാക്കുക. വിശുദ്ധ ബൈബിളിൽ പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമായ മനുഷ്യരും. സഹനങ്ങൾ എപ്പോഴും സ്വർഗീയ പ്രഭയിലേക്ക് എത്തിക്കുന്ന വാതിലുകളാണ്. ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസിന്റെ വാക്കുകളിൽ, ഉരസൽ കൂടാതെ വജ്രം മിനുക്കിയെടുക്കാൻ കഴിയില്ല. അതുപോലെ പരീക്ഷണങ്ങൾ കൂടാതെ മനുഷ്യന് പൂർണ്ണത നേടാനാവില്ല. പരാജയങ്ങൾ എന്നത് നമ്മുടെ പ്രവൃത്തിയിൽ എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ്. ബുദ്ധിമാന്മാർ തെറ്റിന്റെ കാരണം കണ്ടുപിടിച്ച് അത് തിരുത്തി വിജയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കിയിരുന്ന് ഗദ്ഗതപ്പെട്ട് നമ്മുടെ സന്തോഷവും വിലപ്പെട്ട സമയവും നശിപ്പിച്ചു കളയരുത്. നല്ല ഭാവി സ്വപ്നം കാണുക. നല്ല ചിന്തകൾ കൊണ്ട് ശോഭനമായ ഭാവി രൂപപ്പെടുത്തുക. റവറൻഡ് ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്.